ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഓർത്തതുപോലെ ദൈവകൃപയാൽ നമ്മുടെ ഭവനങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇപ്രകാരം നമുക്ക് ദൈവദിനവുമായിട്ട് കടന്നു വരുവാൻ, ഒരുമിച്ച് ദൈവദിനത്തിൽ നിന്നും പഠിക്കുവാനായിട്ട് ദൈവം മനോഹരമായിരിക്കുന്ന ഈ സമയം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നമുക്ക് ഏറെ ആവശ്യമാണ്. ആകയാൽ തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അബ്രഹാമിൻ്റെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ രണ്ട് പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ ആയിരുന്നു നമ്മൾ അവസാനമായിട്ട് ചിന്തിച്ചത്: ന്യായപ്രമാണവും വാഗ്ദത്തവും. റോമാലേഖനം 4-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ വായിച്ച് ആ അധ്യായത്തിലെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കടന്നു വരാം. റോമാലേഖനം 4-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 4, 18 to 25. After seeing two important things concerning Abraham's faith and the justification by faith in Abraham's life, that Paul is speaking certain important aspects in this particular passage, chapter 4, 18 to 25. I would like to read once again that passage as I read in Malayalam. Please, those who have English Bible, please look into that. Chapter 4, 18 to 25. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. When we come in chapter 4, verses 18 to 25, what we see here is some very important aspects that Paul is connecting Abraham's faith and our faith, or Christian's faith. So today's study is something very interesting and something very important when we look into this particular passage. 4-ാം അധ്യായം 18 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നാം നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ, അതിൻ്റെ ഉപദേശപരമായ ചില കാര്യങ്ങളൊക്കെയും പറഞ്ഞതിനു ശേഷം ആ വിശ്വാസം നമ്മുടെ വിശ്വാസവുമായിട്ട് എങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാം എന്ന് പൗലോസ് പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വളരെ രസകരവും അതുപോലെ തന്നെ വളരെ വിശേഷതയേറിയതും പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Now, before I just go in details about Abraham's faith in Christian's faith, before we compare it as Paul does it here, I think that it is important to know what actually is Abraham's faith, or what is faith. What is faith? The foundation of faith. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് നാം വാസ്തവത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് തുടർന്ന് പൗലോസ് 18 തുടങ്ങിയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ പറഞ്ഞു വരുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ അധികം സമയമെടുക്കാതെ ചുരുക്കമായിട്ട് അതൊന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. When we consider the basis of faith or foundation of faith, faith is not what we know about our churches, not our feelings about God. Two things I would like to mention. വിശ്വാസം എന്നുള്ളത് നാം കണ്ടും കേട്ടും പഠിച്ചു പോകുന്നതായിരിക്കുന്ന
അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന ആൾക്കാർ കണ്ടും കേട്ടും പഠിച്ചതായിരിക്കുന്ന അവരുടെ സഭാപരമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവല്ല ഇവിടെ വിശ്വാസം എന്നുള്ളതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അറിവിനെക്കുറിച്ചല്ല വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു തോന്നൽ അല്ല വിശ്വാസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഇത് ഫെയ്ത്ത് ഈസ്. വെൻ ഗോഡ് ഡസ് സംതിങ് ഗുഡ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലത് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരുപക്ഷെ അത് നമുക്ക് ഉയരത്തിലേക്ക് പോകും. The graph of our faith may go up, and when things go wrong, sometimes that graph comes down. ജീവിതത്തിൽ ചിലത് നല്ലതായിട്ട് സംഭവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ആ നിലയിൽ പരിഗണിച്ചാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഗ്രാഫ് അത് മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഉയരങ്ങളിലേക്ക് പോകും. എന്നാൽ അതുപോലെ തന്നെ ആ നല്ലതായിരിക്കുന്ന ചില കാര്യങ്ങളിൽ എന്തെങ്കിലും നാം പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതേ ഗ്രാഫിൽ നിന്ന് നാം തുടർന്ന് കാണുന്നത് അത് താഴോട്ട് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് നോട്ട് ദ ഫെയ്ത്ത്. ഇറ്റ്സ് നോട്ട് അവർ ഫീലിംഗ് കൺസേണിങ് ഗോഡ്. That is not our faith. That's not what the Bible says about the faith. വേദപുസ്തകം ദൈവവചനം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് അതല്ല. അതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓർമ്മ വന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ വിശ്വാസത്തിൽ ഒരു ആവറേജ് ആൾക്കാരാണ്. Sometimes we have the struggling faith. I call it as a struggling faith. കഴിഞ്ഞ ചില നാളുകളിൽ ഞങ്ങളൊന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ഞങ്ങളെ നടത്തിയതായിരിക്കുന്ന ചില വഴികളെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. ഞങ്ങൾക്ക് സമയാസമയങ്ങളിൽ ദൈവം വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ തന്നു. നല്ല വീട് തന്നു, നല്ല കാറ് തന്നു, നല്ല ജോലി തന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവ് ആ നിലയിൽ ഗ്രാഫ് മുമ്പോട്ട് പോയി. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ന്യൂസ് ഞങ്ങൾക്ക് ലഭിച്ചു. ഫിലഡൽഫിയ മേയർ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ബഡ്ജറ്റ് ഇല്ല, അതുകൊണ്ട് ചിലപ്പോൾ ചില കട്ടിങ്ങൊക്കെ നടക്കും, ശമ്പളത്തിൽ കട്ട് ചെയ്യും, അതുപോലെ തന്നെ ജോലിയിലും കട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഇതുവരെ ഞങ്ങൾക്ക് ആദ്യമുള്ളതായിരിക്കുന്ന കട്ടിങ്ങൊന്നും വന്നിട്ടില്ല. പക്ഷെ ന്യൂസ് കടന്നു വന്നു. ആ ന്യൂസ് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഒരു പ്രയാസം അവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെടുവാനായിട്ട് ഇടപെട്ടു. മുന്നുള്ളതായിരിക്കുന്ന മുമ്പോട്ടുള്ള ഗ്രാഫല്ല, അത് ചിലപ്പോൾ താഴോട്ട് വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അതല്ല വിശ്വാസം എന്നുള്ളത്. That is not the faith is. Then what is faith? Faith is but believe in what God revealed about himself. ദൈവം തന്നെക്കുറിച്ച് താൻ എന്ത് വെളിപ്പെടുത്തിയതോ അത് വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്നുള്ളത്. ദൈവം തന്നെക്കുറിച്ച് എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നുവോ അത് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. It is a conviction and confidence in his person, character and promise or in his words. ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും ഒരുവനുള്ളതായിരിക്കുന്ന പരിപൂർണമായിരിക്കുന്ന ബോധ്യവും അതിനുള്ള ഉറപ്പിനെയുമാണ് വിശ്വാസമെന്ന് ദൈവവചനം പറയുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്തത് അവൻ നിവൃത്തീകരിക്കും. അതാണ് വിശ്വാസം എന്നുള്ളത്. ആ വാഗ്ദത്തം ചെയ്തത് എവിടെയാണ് എന്ന് നമുക്ക് കാണണമെങ്കിൽ നാം ദൈവവചനത്തിലേക്ക് നാം കടന്നു വരികയാണ്. So in Christian faith, if we ask what is Christian faith, Christian faith is not the feelings that people may think about. ഇന്നതെല്ലാം സംഭവിച്ചു, അതെല്ലാം വിശ്വാസത്താലാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവിടെ ഇവിടെങ്ങളൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നു. ദാറ്റ് ഈസ് നോട്ട് ദ ഫെയ്ത്ത് ഈസ്. ദാറ്റ് ഈസ് വാട്ട് അവർ ഫീലിംഗ്. ബട്ട് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്, വാട്ട് ദ ബൈബിൾ സേസ് is nothing but our unwavering conviction and confidence in person of God.
ദൈവത്തിൻ്റെ ആഴത്വത്തിലുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വളരെ മനോബോധ്യത്തെയാണ് അത് കാണിക്കുന്നത്. കൺസേണിങ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അവൻ്റെ ബോധ്യം. കൺസേണിങ് ദ പ്രോമിസ് ഓഫ് ഗോഡ് ഓർ കൺസേണിങ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം, അതിലുള്ളതായിരിക്കുന്ന നമ്മുടെ മാറ്റമില്ലാത്ത ഉറപ്പിനെയും ആ ബോധ്യത്തെയുമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ദൈവം എല്ലാവർക്കും നല്ലവനാണ്. For God is good to all. God is good to all, whether in healing or not healing. രോഗ സൗഖ്യമുണ്ടാകട്ടെ സൗഖ്യമില്ലാതിരിക്കട്ടെ, അപ്പോഴും സത്യം എന്നുള്ളത് ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു. അതാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. That is the faith. God is kind. God is compassionate. God is long-suffering. He has long-suffering. And He has mercy to all His creation. അവൻ കരുണയുള്ളവനാണ്, അവൻ മനസ്സിലുള്ളവനാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്, അവൻ സകല സൃഷ്ടികളോടും അവൻ ദയയുള്ളവനാണ് എന്ന് അത് നാം വിശ്വസിക്കുന്നതായിരിക്കുന്ന അതാണ് അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. The unwavering confidence in that character of God, that what God has promised that He will fulfill. ദൈവം എന്ത് വാഗ്ദത്തം ചെയ്തുവോ അത് നാം വിശ്വസിക്കും, അവൻ നിവൃത്തിയിരിക്കും എന്നുള്ളതായിരിക്കുന്ന നമ്മുടെ വിശ്വാസം. That is what the faith is. That's what the faith is. So only when we have this understanding what the actual faith is, then we can understand what was the faith of Abraham. So my faith is not based on my experience, but based on the revelation of God's word. ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലല്ല വിശ്വാസം നിലനിൽക്കുന്നത്. അനുഭവങ്ങൾ മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലത്തെ അനുഭവമായിരിക്കില്ല ഇന്നത്തെ എൻ്റെ അനുഭവം എന്നുള്ളത്. എൻ്റെ അനുഭവങ്ങൾ മാറിയും മറിഞ്ഞും വരുന്നതിനെയല്ല വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാം നന്നായി പോകുമ്പോൾ വിശ്വാസം അല്ല, എന്തെങ്കിലും ദോഷമായി, മനുഷ്യഭാഷയിൽ ദോഷമായി സംഭവിച്ചാൽ അത് വിശ്വാസത്താൽ അല്ല. No, that is not the faith is. That's not what the faith, what the Bible defines. Then what actually faith is? It is based on the revelation of God's word. ദൈവവചനത്തിൻ്റെ വെളിപ്പാടിലാണ് ആ വിശ്വാസം ഉറച്ചു നിൽക്കുന്നത്. അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് നോക്കുമ്പോൾ സ്തെഫാനോസ് ഇസ്രായേലിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതായി കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. വളരെ മനോഹരമാണ് ഇവിടെ സ്തെഫാനോസ് അവിടെ പറയുന്നത്. 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഇവിടെ സ്തെഫാനോസ് ആ ദൈവത്തിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച്, അബ്രഹാമിനുള്ളതായിരിക്കുന്ന പ്രത്യക്ഷതയെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. The God of glory has appeared to this Abraham when he was in Mesopotamia. ആ അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പുറത്തുള്ള പഴയ നിയമത്തിലെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ അബ്രഹാം കടന്നു വരുന്നതെന്ന്. തൻ്റെ പിതാവായിരിക്കുന്ന തേരഹിനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. താൻ വിഗ്രഹാരാധിയായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കുടുംബത്തിലാണ് അബ്രഹാമും വളർന്നു വന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അബ്രഹാം കടന്നു വരുന്നത്. അങ്ങനെയുള്ളതാക്കുന്ന അവസരത്തിലാണ് അവയിൽ നിന്നും ആ മൂഢ ദൈവങ്ങളിൽ നിന്നും, തെറ്റായിരിക്കുന്ന ദൈവങ്ങളിൽ നിന്നും, ദേവീദേവന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെക്കുറിച്ച് സ്തെഫാനോസ് പറയുകയാണ്, തേജോമയനായിരിക്കുന്ന ദൈവം, ആ വിഗ്രഹങ്ങളെ കാണാത്തതായിരിക്കുന്ന ഒന്നാണത്. തേജസ്സുള്ളതായിരിക്കുന്ന ദൈവം,
ആ ഗ്ലോറി, the God of the glory has appeared. ഇത് അബ്രഹാമിന് മനസ്സിലായി. അതായത് എനിക്ക് വെളിപ്പെട്ടതായിരിക്കുന്ന ദൈവം, ഞാൻ കാണുന്നതായിരിക്കുന്ന ദേവീദേവന്മാരെ പോലുള്ളതായിരിക്കുന്ന ദൈവമല്ല, മറിച്ച് തേജോമയനായിരിക്കുന്ന ദൈവമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം ഈ അബ്രഹാമിന് മനസ്സിലായി. ഡിഫറെന്റ് ഫ്രം ഐഡൽസ് ഓഫ് ഹിസ് ഫാദർ. Why we have difficulty to trust God? Because we haven't seen the God of glory. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള തന്നെ ജീവിതത്തിൽ ആ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നതിന്റെ കാരണം അബ്രഹാമിന് ആ ആദ്യ പ്രത്യക്ഷതയിൽ മനസ്സിലായി, ഇത് തികച്ചും വ്യത്യസ്തനായിരിക്കുന്ന ജീവനുള്ള തേജോമയനായിരിക്കുന്ന ദൈവമാണ് എനിക്ക് പ്രത്യക്ഷനായത് എന്ന് തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് പരിപൂർണമായിട്ടും ആശ്രയിക്കുവാനായിട്ട് കഴിയാത്തതിന്റെ കാരണം എന്നുള്ളത്, സംടൈംസ് വി ഡു നോട്ട് നോ ഹൂ അവർ ഗോഡ് ഈസ്. നമുക്കറിയില്ല നമ്മുടെ ദൈവം ആരാണെന്ന്. നമ്മുടെ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച്, നമുക്ക് അവന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ നാം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്നത്, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെയും ക്രൂശിക്കുകയില്ലായിരുന്നു. അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. Sometimes we do not know who our God is. So Abraham was able to take firm steps to travel. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ യാത്ര പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന് ഒരു സംശയവും കൂടാതെ വിശ്വാസത്താൽ തൻ്റെ ചുവടുകൾ എടുത്തു വെക്കുവാനായിട്ട് സാധിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ തൻ്റെ സാധന സാമഗ്രികളോടും കൂടെ അബ്രഹാം മുമ്പോട്ട് പോകുകയാണ്. നാം അബ്രഹാമിനോട് ഇങ്ങനെ ചോദിക്കാം, അബ്രഹാമേ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ അബ്രഹാം പറയും, അത് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ നിനക്കറിയാതെയാണോ നീ പോകുന്നത്? അത് എനിക്കറിയത്തില്ല. അത് എനിക്ക് ക്രമേണ വെളിപ്പെട്ട് വരും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഒരു തേജോമയനായിരിക്കുന്ന ദൈവം എനിക്ക് പ്രത്യക്ഷനായി. അവൻ പറഞ്ഞു, നീ ഈ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു പോകുക. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ 11:32 അതിന്റെ 2-ാമത്തെ ഭാഗം, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇതായിരുന്നു വാസ്തവത്തിൽ സംഭവിച്ചത്. ദൈവത്തെ അബ്രഹാം അറിഞ്ഞു, അവൻ ഉറച്ചു നിന്നു, അവൻ വീര്യം പ്രവർത്തിച്ചു. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അതതിൻ്റെ ഉപദേശ വിഷയമാണെങ്കിൽ സങ്കീർത്തനം 37:5 വരുമ്പോൾ അത് എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 37-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം നാം അവിടെ വായിക്കുന്നത്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അതാണ് അബ്രഹാമിനുള്ളതായിരിക്കുന്ന വിശ്വാസം. You look into Proverbs chapter 3, 5 and 6, സദൃശവാക്യം 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ നാം നോക്കുമ്പോൾ 3-5-6 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. This is the practical side of the life that actually Abraham executed. ആ തേജോമയനായിരിക്കുന്ന ദൈവം, ജീവനുള്ളതായിരിക്കുന്ന ദൈവം, ആ വ്യത്യസ്തമായിരിക്കുന്ന ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ദൈവത്തിൽ അവൻ ഉറച്ചു നിന്നു. ആ വിശ്വാസത്താൽ അവൻ തൻ്റെ പ്രായോഗിക ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും അവൻ മുമ്പോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നത്. 10:17 നാം ഇങ്ങനെ വായിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. Romans chapter 10:17 concerning that faith
Paul speaks this way, 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. So very, very important. This is what I said. Faith is not concerning our feeling about our God. Faith is not based on our experiences. That is not the Christian faith. Then what Paul speaks here is that വിശ്വാസം 17ാമത്തെ വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എങ്ങനെയാണ് വിശ്വാസം നമുക്ക് കടന്നു വരുന്നത്? വിശ്വാസം കേൾവിയാൽ കടന്നു വരുന്നു. എങ്ങനെയാണ് നാം കേൾക്കുന്നത്? നാം കേൾക്കേണ്ടത് ക്രിസ്തുവിന്റെ വചനത്തിലാണ് എന്ന് പൗലോസോടെ പറയുകയാണ്. സോ ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ, ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ കേൾക്കും, ജനം കേൾക്കും. ആ ജനം കേൾക്കുമ്പോഴാണ് അവിടെ വിശ്വാസം ഉടലെടുക്കുന്നത്. പല സന്ദർഭങ്ങളിലും വിശ്വാസ മണ്ഡലത്തിൽ പലപ്പോഴും തെറ്റായിരിക്കുന്ന അനുഭവങ്ങൾ കടന്നു പോകുന്നതിന്റെ കാരണം, അടിസ്ഥാനം ഇതാണ്. ദൈവവചനത്തെ കൂടാതെയുള്ളതായിരിക്കുന്ന വിശ്വാസത്തിന്റെ നിർവചനങ്ങൾ കൊടുക്കുമ്പോഴാണ് പലപ്പോഴും വിശ്വാസം തെറ്റായിരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് കടന്നു പോകുന്നത്. അത് ലഭിക്കും, ഇത് ലഭിക്കും, അങ്ങനെ ലഭിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും അനുഭവങ്ങളെയും തോന്നലുകളെയും വെളിച്ചത്തിൽ വിശ്വാസത്തെ നിർവചിക്കാൻ നാം ആരംഭിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്നും അകന്നു പോകുന്നതായിരിക്കുന്ന അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. വിശ്വാസം ഉടലെടുക്കേണ്ടത് ദൈവവചനത്തെ മാത്രം അധികരിച്ചാണ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. So the faith should come from the hearing of the word of God. You look into John's Gospel chapter 17, we know that this is a passage Jesus is praying for his disciples. John's Gospel chapter 17. In his prayer, Jesus says 17:20. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ. He is praying for the disciples. He is praying for the apostles. I'm praying, Father, I'm praying for these disciples, these apostles, whom I have chosen, whom you have given to me. And not only that, I'm praying for those people who are going to believe by their word. അവർ ലോകമെങ്ങാ പോയി അവർ സകല ജാതികളോട് സുവിശേഷം പ്രസംഗിക്കുകയും ആ പ്രസംഗം കേൾക്കുമ്പോൾ ജനം വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. So the faith should come from the hearing of the word of God. It is very, very, very important. Very, very, very important. അത് നമ്മെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നാം ഉപയോഗിക്കുമ്പോൾ, ദൈവജനത്തോട് നാം സംസാരിക്കാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും നാം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കേൾവിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവവചനത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കഥകൾ പറയുന്നതിലൂടെയോ തമാശകൾ പറയുന്നതിലൂടെയോ അതൊക്കെ പ്രസംഗ ശൈലിയിൽ, പ്രസംഗ ശാസ്ത്രത്തിൽ നാം പറഞ്ഞു വരുന്നതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ ഒരുപക്ഷെ നാം ഉപയോഗിച്ചേക്കാം. പക്ഷേ കഥകൾ കൊണ്ടോ തമാശകൾ കൊണ്ടോ ദൈവജനത്തിനോ അല്ലെങ്കിൽ കേൾവിക്കാർക്ക് വിശ്വാസം ഉളവാക്കിയില്ല. ദൈവത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസം ഉളവാക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് ദൈവവചനത്തിൻ്റെ കേൾവി മാത്രമേ ഉള്ളൂ എന്ന് നാം ഓർത്തിരിക്കണം. So that calls our attention how much we need to sit in the presence of the Lord with the prayer when we prepare the word of God for the message. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൂതുകൾ നൽകുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ എത്രമാത്രം പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനത്തിലേക്ക് നോക്കേണ്ടതായിരിക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ് നാം ദൈവവുമായി നിൽക്കുന്നവരെ കുറിച്ച് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് എന്ന് ഞാൻ സന്ദർഭവശാൽ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസം കേൾവിയാൽ കടന്നു പറയണം. ദൈവവചനം കേൾക്കുന്നില്ല എങ്കിൽ
ജനത്തിൻ്റെ മധ്യത്തിൽ ജീവിതത്തിൽ ഒരിക്കലും വിശ്വാസം ഉണ്ടാകുവാനായിട്ട് കടന്നു വരികയില്ല. This is what the faith. That was what the faith that Abraham had. അതായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം. തേജോമാനായിരിക്കുന്ന ദൈവത്തിലുള്ളതായിരിക്കുന്ന അബ്രഹാമിൻ്റെ വിശ്വാസം. അത് ആ ദൈവത്തിലുള്ളതായിരിക്കുന്ന വാഗ്ദത്തത്തിലുള്ളതായിരിക്കുന്ന വാക്കുകളുള്ളതായിരിക്കുന്ന അബ്രഹാമിൻ്റെ വിശ്വാസം. ഈ ആശയം നാം മുന്നിൽ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ സവിശേഷതയിലേക്ക് നോക്കാം. എന്തായിരുന്നു അബ്രഹാം ഈ ദൈവത്തിൽ വിശ്വസിച്ചത്? 18-ാമത്തെ വാക്യം, റോമാലേഖനം 4:18. ഒന്നാമതായി നാം കാണുന്നത്, നിന്റെ സന്തതി യൗവനമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഞാൻ ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. The first and foremost characteristics of Abraham's faith was that Abraham's faith was hope against hope. അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. That was the kind of faith that God expects from every child of God. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, the term hope and faith, വിശ്വാസവും പ്രത്യാശയും എന്നുള്ളതായിരിക്കുന്ന വാക്കുകൾ, they are related. അത് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷേ they are not one and the same. അത് ഒന്നല്ല. Though hope and faith they are related, they are not the same. Hope is the desire for something that might be true or might happen. നമുക്ക് ചിലതിനോടുള്ളതായിരിക്കുന്ന ആഗ്രഹം, അത് സത്യമായിരിക്കാം, അത് ഒരുപക്ഷെ സംഭവിച്ചേക്കാം. That is what is called hope. That's a desire. But faith is the firm confidence that it is true and it will happen. എന്നാൽ പ്രത്യാശ ആശയിൽ നിന്നും വ്യത്യസ്തമായ ഫെയ്ത്തിന് വിശ്വാസത്തെ നിലനിർത്തുന്നത്, faith is the firm confidence that it is true, that it will happen. ഇത് സത്യമാണ്, ഇത് സംശയമന്യേ സംഭവിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു സംശയരഹിതമെന്നേ ഉള്ളതായിരിക്കുന്ന ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. That's why I'm telling that there is a difference between hope and faith, even though both are related. Here we find about Abraham. അബ്രഹാമിനെ കുറിച്ചുകൂടെ പറയുകയാണ്. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച്. എന്താണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചത്? അബ്രഹാമിനെ കുറിച്ചുകൂടെ പറയുകയാണ്. Abraham had a hope for human point of desire. തനിക്കൊരു കുഞ്ഞുണ്ടാകുവാനായിട്ട് പോകുന്നു എന്നുള്ളത് അബ്രഹാമിൻ്റെ ഒരു ആശയാണ്. അത് സംഭവിക്കാം. പക്ഷെ that is a hope. That's a hope. But in the case of Abraham, there was no justification or basis for that hope. അബ്രഹാമിൻ്റെ അന്നേരത്തെ ആ നാളുകളിൽ ആ കാലത്തെ തൻ്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ, ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ആ ആശയ്ക്ക് വിശ്വസിക്കുവാൻ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. There is no justification. There is no justification or basis that he is going to have a child. നമുക്ക് പശ്ചാത്തലം അറിയാമല്ലോ. That is what I'm telling, that Paul is speaking that Abraham believed in God, that he hoped against hope. ആശയ്ക്ക് വിരോധമായി ആശയോടെ താൻ വിശ്വസിച്ചു. Abraham had a hope from human point of desire, but there was no justification or basis for this hope. Yet in the midst of seeming impossibility of things hoped for, he believed it would happen as God said. സകല അസാധ്യത്തിൻ്റെയും മധ്യത്തിലും ഒരു നീതീകരണവും ഒരു അടിസ്ഥാനവും തൻ്റെ ആശയ്ക്ക് തനിക്ക് കൊടുക്കുവാനില്ലാത്തപ്പോഴും, ഒരു തെളിവും തൻ്റെ ആശയുടെ നിവൃത്തീകരണത്തിനായിട്ട് അബ്രഹാമിനെ നിരത്തുവാനോ എടുത്തു വയ്ക്കുവാനോ കാണിക്കുവാനോ ഇല്ല എങ്കിലും, അപ്പോഴും ആശയ്ക്ക് വിരോധമായി ആശയോടെ താൻ വിശ്വസിച്ചു. That is what Abraham's faith. എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാനം? Because that Abraham's faith was rested in hope. In God.
അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നിലുമല്ല, ദൈവത്തിലും ദൈവത്തിന്റെ വാക്കുകളിലും മാത്രമായിരുന്നു. തൻ്റെ തേജോമാനായിരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യക്ഷതയും അവന്റെ വാക്കുകളും മാത്രമായിരുന്നു ഈ ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം ആ സമയത്തും വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ തേജോമാനായിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും വാക്കുകളായിരുന്നു, നീ അനേക ജാതികൾക്ക് പിതാവായി തീരും, നിന്റെ സന്തതികളും അങ്ങനെ തന്നെ ആയിത്തീരും എന്ന സന്തതികൾ ഇല്ലാതിരിക്കുമ്പോഴും, സന്തതി ഉണ്ടാകുവാൻ ഒരു ചാൻസും ഇല്ലാതിരിക്കുമ്പോഴും, ആശയ്ക്ക് വേണ്ടി ഒരു പോയിന്റ് പോലും അവശേഷിക്കാത്തപ്പോഴും, അപ്പോഴും അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ തേജോമാനായിരിക്കുന്ന ദൈവത്തിലും അവന്റെ വാഗ്ദത്തങ്ങളുടെ വാക്കുകളിലും അബ്രഹാം വിശ്വസിച്ചു. This is what the faith is. This is what the faith is. നാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഓടിച്ച വാക്യം വായിക്കാം. 15-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ, പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് ഈ തേജോമാനായിരിക്കുന്ന ദൈവം അബ്രഹാമിനെ പുറത്തു കൊണ്ടുപോയി കാണിച്ച്, ആകാശത്തേക്ക് നോക്കി കാണിച്ചു, തനിക്ക് ചുറ്റും നിന്ന് കാണിച്ച് താൻ പറയുകയാണ്, നിന്റെ സന്തതിയും ഇങ്ങനെ തന്നെയാകുമെന്ന് പറഞ്ഞപ്പോൾ നാം വായിക്കുന്ന 6-ാമത്തെ വാക്യം, അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. യഹോവയിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് അവർ ഫെയ്ത്ത്? ഇറ്റ് ഈസ് ഹോപ്പ് അഗൈൻസ്റ്റ് ഹോപ്പ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി വേർഡ് ഓഫ് ഗാഡ്. എത്രയോ വാക്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ ലാസറിനെ ഉയർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25 തുടങ്ങി 27 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കിയാൽ വളരെ മനോഹരമായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ യേശു ക്രിസ്തു മാർത്തയോട് പറയുന്നതായിരിക്കുന്ന ചില വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നത്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല, ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായിരുന്ന ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. എന്താണ് ഈ മാർത്ത വിശ്വസിച്ചത്? She believed in what the Lord has said to her. There was no possibility of her brother rising from the dead. Yet she believed in the Lord Jesus Christ. തുടർന്നുള്ള വാക്യങ്ങളിലും നമുക്ക് തുടർന്നും കാണുവാനായിട്ട് അത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് യേശു പറയുന്നുണ്ട് അവിടെ. They believed in his word. They believed in his word. This is what the faith, the basis of our faith. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവവചനത്താലുള്ള കേൾവിയാ കൂടാതെ ഉള്ളതായിരിക്കുന്ന ഒരു വിശ്വാസവും ദൈവവചനത്തിന്റെ വെളിച്ചത്തിലുള്ള വിശ്വാസമേ അല്ല, അത് കേവലം തോന്നലുകൾ മാത്രമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ അവിടെ പത്രോസിനുണ്ടായിരിക്കുന്ന വലിയൊരു മീൻപിടുത്തത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 5-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും ശ്രദ്ധിക്കുക, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട്. അവിടെ ഇവിടെയും എന്തെങ്കിലും സംഭവിക്കുന്നതല്ല വിശ്വാസം. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടമുണ്ടായി. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അറ്റ് യുവർ വേർഡ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവവചനത്തിന്റെ കേൾവി കൂടാതെയുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസവും വിശ്വാസമല്ല പ്രിയപ്പെട്ടവരെ. അബ്രഹാം ദൈവത്തിൽ
ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ പത്രോസ് വെള്ളത്തിന്മേൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ, നാഥാ നീയാകുന്നുവെങ്കിൽ അങ്ങോട്ട് കടന്നു വരുവാൻ എന്നോട് പറയുക എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വരിക. At his word, Peter started to walk. യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ആ വാക്കിൻ്റെ ബേസിസിൽ, അടിസ്ഥാനത്തിൽ പത്രോസ് തൻ്റെ കാലുകൾ എടുത്തു വെച്ചു. At his word, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. എന്താണ് അബ്രഹാമിൻ്റെ വിശ്വാസം? അബ്രഹാംസ് ഫെയ്ത്ത് വാസ് ഹോപ്പ് അഗൻസ്റ്റ് ഹോപ്പ്. ആശയ്ക്ക് വിരോധമായി ആശയോടെയുള്ളതായിരിക്കുന്ന വിശ്വാസം. അത് എന്തെങ്കിലും തോന്നലുകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് തനിക്കുള്ളതായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന മാറ്റമില്ലായിരിക്കുന്ന ബോധ്യവും ദൈവവചനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളെക്കുറിച്ച്, വാഗ്ദത്തത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു സംശയവും കൂടാതെയുള്ളതായിരിക്കുന്ന ഉറപ്പുമാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. The reason why Abraham believed, and which is hope against hope, is that unwavering faith in the person of God, the glory of God, and also his unchanging promises and his word. Therefore, our faith ought to be based on the word of God. Otherwise, that is not the biblical faith, only simply a feeling. രണ്ടാമതായിട്ട് 19-ാമത്തെ വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, റോമാലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം, പൗലോസ് വലിയ ആഹ്വാനം ചെയ്യുകയാണ്. ഏത് തരത്തിലുള്ള വിശ്വാസമാണ് ഈ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നാം പിന്തുടരുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്? 19-ാമത്തെ വാക്യം, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. Abraham's faith in God was not becoming weak in faith. അതാണ് പൗലോസ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരു തട്ടിൽ നിന്ന് താൻ എടുത്തുകൊണ്ട് പറയുകയാണ് 19-ാമത്തെ വാക്യത്തിൽ, ഇതൊക്കെയാണ് എങ്കിലും നോട്ട് ബിക്കമിങ് വീക്ക് ഇൻ ഫെയ്ത്ത്. എന്താണ് വീക്ക് ഇൻ ഫെയ്ത്ത്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്നതിൻ്റെ അർത്ഥം? അലോവിങ് ഡൗട്ട് ടു ക്ലൗഡ് ആൻഡ് അണ്ടർമൈൻ ബിലീഫ്. അതാണ് വിശ്വാസത്തിൽ ക്ഷീണിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ആ സംശയങ്ങളുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുവാൻ അനുവദിക്കുകയും വിശ്വാസത്തെ നാം നിസ്സാരമായി കാണുകയും ചെയ്യുന്നതായിരിക്കുന്ന അവസരത്തെയാണ് വിശ്വാസത്തിൽ ക്ഷീണിക്കുക എന്ന് നാം പറയുന്നത്. ഞങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, സ്ട്രഗ്ലിംഗ് ഫെയ്ത്ത്, that is what it is. Weak in faith, allowing doubt to cloud and undermine belief. എന്താണ് പൗലോസ് ഇവിടെ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 17 നാം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ കാണുന്നത് ആ വാക്യത്തിലേക്ക് എത്തിയപ്പോൾ 12-ാം വാക്യത്തിൽ നിന്നും 17-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോഴേക്കും അബ്രഹാം 25 വർഷങ്ങൾ പിന്നിട്ട് 75-ൽ നിന്നും 100 വയസ്സിലേക്ക് അബ്രഹാം എത്തിയിരിക്കുകയാണ്. എന്നിട്ടും 12-ൽ പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യവും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. നീണ്ട 25 വർഷങ്ങൾ കടന്നുപോയി. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അബ്രഹാമിൻ്റെയും ഈ സാറയുടെയും ജീവിതത്തിൽ എടുത്തു പറയുകയാണ്. അബ്രഹാം ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അടുത്ത വാക്യം, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 12 തുടങ്ങി 17 വരെയുള്ളതായിരിക്കുന്ന 25 വർഷത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ താൻ മുമ്പോട്ട് നോക്കി ആ തേജോമാനായിരിക്കുന്ന ദൈവത്തിൻ്റെ ആളത്വത്തിലും അവൻ്റെ വാഗ്ദത്തത്തിലും താൻ വിശ്വസിച്ചുവെങ്കിലും പറഞ്ഞ വാക്കുകൾ ഇതുവരെയും പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല എങ്കിലും തൻ്റെ വിശ്വാസത്തിൽ താൻ ക്ഷീണിച്ചില്ല എന്ന വാക്കാണ് പൗലോസ് അവിടെ ഉപയോഗിക്കുന്നത്. ക്ഷീണിച്ചില്ല എന്നത്, നോട്ട് ബിക്കമിങ് വീക്ക് ഇൻ ഫെയ്ത്ത്. എത്ര മനോഹരമായിട്ടാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല.
അങ്ങനെയുള്ള വിശ്വാസമാകണം വിശ്വാസികളെ നിങ്ങൾക്കുണ്ടാകേണ്ടതെന്നാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഏത് തരത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസം? കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ സംഭവിച്ചില്ല എങ്കിലും അപ്പോഴും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ആളത്വത്തിലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വാഗ്ദത്തത്തിലും വാക്കിലുമുള്ളതായിരിക്കുന്ന ക്ഷീണിക്കാത്ത വിശ്വാസമാണ് ഇവിടെ പൗലോസ് വിശ്വാസികളെ ഓർപ്പിക്കുന്നത്. That is the faith. Abraham continued to believe for 25 years, saying, God gives life to the dead and calls into being that which does not exist. 4:17 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി. അങ്ങനെയായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് ഈ തേജോമയനായിരിക്കുന്ന ദൈവം എന്ന് അന്ന് അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴം, അതിന്റെ വലിപ്പം അത് ഗ്രഹിക്കുവാൻ ആർക്ക് കഴിയുമെന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുവാൻ കഴിയുന്ന എൻ്റെ ദൈവം എന്ന് അബ്രഹാം അന്ന് വിശ്വസിച്ചു. ദാറ്റ് ഈസ് ദ ഫെയ്ത്ത്. ദാറ്റ് ഈസ് ദ ഫെയ്ത്ത്. 17-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഉൽപ്പത്തി നോക്കുകയാണെങ്കിൽ വളരെ രസകരമായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം ഓടിച്ച് പറഞ്ഞു ഞാനത് ആ പോയിന്റ് അവസാനിപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ അവിടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, നമുക്കറിയാം അബ്രഹാമിന്റെ ആദ്യത്തെ പേര് അബ്രാം എന്നാണ്. അബ്രാം എന്ന പദത്തിന്റെ പേരിന്റെ അർത്ഥം നമുക്കറിയാം, ഈസ് എ ഗ്രേറ്റ് ഓർ എക്സാൾട്ടഡ് ഫാദർ എന്നാണ്. വലിയ പിതാവ് അല്ലെങ്കിൽ ഉന്നത പിതാവ് എന്നാണ് അബ്രാം എന്ന പേരിന്റെ അർത്ഥം. ആ പേരുമായിട്ട് അബ്രഹാം കഴിഞ്ഞ് 99 വർഷക്കാലം ജീവിച്ചു. 99-ാമത്തെ വർഷത്തിൽ ഈ ദൈവം എന്ന് പറയുകയാണ്, ഇനി നിന്റെ പേര് അബ്രാം എന്നല്ല, ഇതുവരെയും ഗ്രേറ്റ് ഫാദർ എന്ന അർത്ഥത്തോടെ ജീവിക്കുകയാണ്. ഇനി പറയുകയാണ് അബ്രാം എന്നല്ല, എബ്രഹാം, ഫാദർ ഓഫ് മെനി നേഷൻസ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ പേരിന്റെ ഒരർത്ഥത്തിലും ഒരു കുഞ്ഞു പോലും തനിക്കുണ്ടായിട്ടില്ല. അത് അബ്രാം ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ തിരിച്ച് അബ്രഹാം എന്ന് പേര് കൊടുക്കുകയാണ്. നാം അബ്രഹാമിനോട് ഇങ്ങനെ ചോദിക്കാം, അബ്രഹാമിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് കൂടാരത്തിലേക്ക് കിടന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, അപ്പച്ച എന്താ പേര്? നാം സുവിശേഷ പ്രവർത്തനത്തിന് പോവുകയാണ്, അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് പോകാമെന്ന് അനുമാനിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ചോദിക്കാം, അപ്പച്ചന്റെ പേരെന്താ? അബ്രഹാം പറയാണ്, എൻ്റെ പേര് അബ്രഹാം. അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, ഓ അപ്പോൾ മക്കളൊക്കെ എത്രയുണ്ട്? അപ്പോൾ അബ്രഹാം പറയാണ്, മക്കളാരുമില്ല. അപ്പോൾ അബ്രഹാം എന്ന പേര്, മക്കൾ എനിക്ക് ദൈവം തരും. God will provide for me. അതുകൊണ്ടാണ് എനിക്ക് അബ്രഹാം എന്ന പേരിട്ടത് എന്നാണ് അബ്രഹാം പറയുന്നത്. That is what Abraham is. എനിക്ക് മക്കൾ ഉള്ളത് കൊണ്ടല്ല അബ്രഹാം ആയിരിക്കുന്നത്. അബ്രഹാം എന്ന അർത്ഥം എനിക്ക് ദൈവം മക്കളെ തരും. That is something great. Something great. അതാണ് 99-ാമത്തെ വയസ്സിൽ അവിടെ സംഭവിക്കുന്നത്. 99-ാമത്തെ വയസ്സിൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം 17 തുടങ്ങി 19 വാക്യങ്ങളിൽ നാം നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. 11-ാം അധ്യായം 17 തുടങ്ങി 19 വാക്യങ്ങൾ അവിടെ നാം കാണുന്നത് 17 തുടങ്ങി 19 വരെയുള്ളതായിരിക്കുന്ന വാക്യം. അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. ഇവിടെ ഇസ്ഹാക്കിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. നിന്റെ സന്തതിക്കും സന്തതികളുണ്ടാകും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നിനക്കൊരു സന്തതി ഉണ്ടാകും, അവനും സന്തതികളുണ്ടാകും. ഇവിടെ ആ സന്തതി ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പേ പോലെ ഈ അബ്രഹാമിനോട്
ദൈവം പറയുകയാണ്, നിന്റെ സന്തതിയെ എനിക്ക് യാഗമർപ്പിക്കണം. അങ്ങനെ യാഗമർപ്പിച്ചാൽ അവനക്ക് സന്തതി ഉണ്ടാകും എന്നുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം എങ്ങനെ സംഭവിക്കും? ഒരിക്കലും സംഭവിക്കുകയില്ല. പിന്നെ അത് സംഭവിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതാണ് പൗലോസോടെ പറയുന്നത്, അബ്രഹാമിന്റെ വിശ്വാസം മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് അബ്രഹാം വിശ്വസിച്ചു. എൻ്റെ മകനെ ഞാൻ യാഗമർപ്പിച്ചാലും ആ മരണത്തിൽ നിന്നും എൻ്റെ ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതായിരിക്കുന്ന അബ്രഹാമിൻ്റെ വിശ്വാസം. ദാറ്റ് ഈസ് വാട്ട് ദ ഫെയ്ത്ത് ഈസ്. അബ്രഹാംസ് ഫെയ്ത്ത് വാസ് ഹോപ്പ് അഗൻസ്റ്റ് ഹോപ്പ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അബ്രഹാംസ് ഫെയ്ത്ത് ഇൻ ഗോഡ് വാസ് നോട്ട് ബിക്കമിങ് വീക്ക് ഇൻ ഫെയ്ത്ത്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഉടനീളം കടന്നുപോയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തതായിരിക്കുന്ന വിശ്വാസം. അങ്ങനെയുള്ളതായിരിക്കുന്ന വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് എന്നാണ് പൗലോസ് അബ്രഹാമിൻ്റെ അനുഭവത്തിലൂടെ നമ്മോട് വെളിപ്പെടുത്തുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ദൈവസന്നിധിയിൽ തന്നെ നമ്മളെ തന്നെ താഴ്ത്താം. ദൈവവചനത്തിനെ അധിഷ്ഠിതമാക്കി ദൈവത്തിൻ്റെ ആഴത്വത്തെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവവചനത്തെയും ദൈവത്തിൻ്റെ വാഗ്ദത്തെയും മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കുന്ന വിശ്വാസം നമുക്കും ഉണ്ടാകുവാൻ തുടർന്നുണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. എത്ര ശ്രേഷ്ഠമായിരുന്നു നിന്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. ഒരു സാധ്യതകളും ഉണ്ടായിരുന്നിട്ടില്ലും അബ്രഹാം തൻ്റെ തേജോമയനായിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് അവൻ്റെ ആളത്വത്തിലും അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ വാഗ്ദത്വങ്ങളും വാക്കുകളിലും മാത്രമായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം. എങ്ങനെ, എപ്പോൾ, എവിടെ എന്നുള്ള ചോദ്യത്തിനൊന്നും അബ്രഹാമിന് ഉത്തരമില്ലായിരുന്നുവെങ്കിലും ആശയ്ക്ക് വിരോധമായി ആശയോടെ താൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഞങ്ങൾ ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിലെ പോരായ്മകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വളരെ ഉറപ്പോടും മനോബോധ്യത്തോടും കൂടെ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിൽ പരിപൂർണമായും വിശ്വസിച്ച് തുടർന്നുള്ളതായിരിക്കുന്ന ആളുകൾ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. വീണ്ടും ഞങ്ങൾ കാണുന്നവരെയും ദൈവകൃപയിൽ ഞങ്ങളെ പരിപാലിക്കുമാറാകണമേ. നിന്റെ വചനത്തിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കാൻ പിതാവേ ദൈവത്തോട് കേൾക്കുമാറാകണമേ. ആമേൻ.